ഹായ് എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓവനിൽ തന്തൂരി ചിക്കൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ തളിപ്പറമ്പ് ഷോപ്ലിക്സിൻ്റെ 11ാം ആനിവേഴ്സറി ആയിട്ട് അവിടെ ഒരു ലൈവ് ഡെമോ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്ത ഒരു തന്തൂരി ചിക്കൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇടുന്നത്. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുത്തു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ തന്തൂരി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. കാരണം ഒരു കമ്പിയിൽ കോർത്തിട്ട് ഇരുത്തിയിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് കോയിലുണ്ട് ഈ മോഡൽ ഓവനിൽ. അപ്പം ബാക്കിൽ നിന്നാണ് ഇതിന് ഹീറ്റ് കൂടുതൽ വരിക. അതുപോലെ ടോപ്പിൽ നിന്നും കോയിൽ ഹീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നും ഒരുപോലെ ഹീറ്റ് വരുമ്പോൾ നമുക്കിത് നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ സാധാരണ എല്ലാത്തിലും ഗ്രില്ലാണ് ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ഈ ഓവനിൽ കൺവെക്ഷനാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കൺവെക്ഷൻ ഓപ്ഷനിൽ ഒരു 230 ഡിഗ്രി ടെമ്പറേച്ചറിൽ 40-45 മിനിറ്റാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 40-45 മിനിറ്റിനുള്ളിൽ നമ്മുടെ പാകമാകുമ്പോൾ എടുക്കാം കേട്ടോ. ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്. നമുക്ക് ഇടയിൽ വേണമെങ്കിൽ തുറന്ന് നോക്കാം. അപ്പോൾ ഇടയിൽ തുറന്ന് നോക്കി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്യുമോ. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയിലൊന്ന് തുറന്ന് നോക്കിയപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പം നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. 11 മിനിറ്റോളം ബാക്കിയുണ്ട് 45 മിനിറ്റ് കൊടുത്തതിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. ചിക്കൻ അധികം വലിപ്പം കുറഞ്ഞതാവാൻ ശ്രമിക്കുക. കാരണം വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് മസാല കുറച്ച് കൂടുതലായിരുന്നു അതിൻ്റെ മുകളിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു മസാല മാത്രം ഇതായി പോയിട്ടുള്ളത്, കറുത്ത കളർ വന്നത്. കരിഞ്ഞിട്ടൊന്നുമില്ല. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇതാ പൊട്ടി വരുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു. ഉൾഭാഗം പുറത്ത് കുറച്ച് ഡ്രൈയും ക്രിസ്പൊക്കെ ആണെങ്കിലും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.